ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ജാസ്ഫർ 2-ൻ്റെ 6ാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് ഇപ്പോൾ ടേ ആണെങ്കിൽ സേഹ്യോനെ അവൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പോകുന്ന ടൈമിലാണ് സേഹ്യോനെ കിസ് ചെയ്യുന്ന പോലെ അവൻ അടുത്തേക്ക് പോകുന്നത്. എന്നാൽ ആക്ച്വലി കിസ്സൊന്നും ചെയ്യുന്നില്ല. സേഹ്യോൻ്റെ അച്ഛൻ അവനെ കവളിലടിച്ചപ്പോൾ അതിൻ്റെ പാട് ഇപ്പോഴും അവൻ്റെ കവളിൽ കിടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടിട്ട് അതെന്താ നോക്കാനായിരുന്നു ടേ അവൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി വന്നത്. അവനോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ സേഹ്യോനെ കരയാനായി തുടങ്ങുകയാണ്. ടേ അപ്പോൾ ശരി വാ നമുക്ക് പോവാം, മഴ നനങ്ങി പനി പിടിക്കണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവിടെ ചെന്ന് സേഹ്യോൻ ഫ്രഷ് ആവുന്നുണ്ട്. ടേ എടുത്ത ഡ്രസ്സൊക്കെ ഇങ്ങനെ മാറ്റിയിട്ട് അവൻ വരുമ്പോഴത്തേക്കും ടേ ഇങ്ങനെ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ നല്ല അടിപൊളി ഫുഡ്, അതാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ അവൻ ടേയിനെ കുറേ ഒന്ന് പ്രശംസിക്കുന്നുണ്ട്, കഴിച്ചു തുടങ്ങുന്നുണ്ട്. ആ സമയമാണ് മനസ്സിലാവുന്നത് അത് ആക്ച്വലി ടേ അങ്ങനെ ഉണ്ടാക്കിയെന്നല്ല, ഇൻസ്റ്റൻറ്റ് പാക്കറ്റ് ഇരുന്നേനെ അവനൊന്ന് ചൂടാക്കി റെഡിയാക്കി എടുത്തതായിരുന്നു. അതിന് ശേഷം പിന്നീട് രണ്ടുപേരും ടി വി ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഉറങ്ങാനുള്ള ടൈം ആവുന്നതുകൊണ്ട് തന്നെ ബ്രഷ് ചെയ്യണം. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ബ്രഷൊക്കെ എടുത്തിട്ട് സേഹ്യോന് കൊടുക്കുന്നുണ്ട്. ബ്രഷ് ചെയ്യുന്ന ടൈമിന് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് രണ്ടുപേരും. ഉറങ്ങേണ്ട ടൈം ആകുമ്പോഴത്തേക്കും സേഹ്യോണിൻ്റെ അടുത്ത് ഒരുമിച്ച് ബെഡിൽ കിടക്കാമെന്ന് പറയുന്നുണ്ട്. സേഹ്യോൺ അപ്പോൾ അത് വേണ്ടെങ്കിൽ സോഫയിലെല്ലാം കിടക്കാമെന്ന് പറയുമ്പോൾ എൻ്റെ അല്ലാതെ ഒരൊറ്റ ബ്ലാങ്കറ്റേ ഉള്ളൂ, നീ തീരുമാനിച്ചിട്ട് ഇഷ്ടമുള്ളത് കിടക്കാനായി പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ സേഹ്യോനാണെങ്കിൽ തണുത്ത് വരയ്ക്കേണ്ടെന്ന് എഴുതിയിട്ട് ടേയുടെ കൂടെ ബെഡിൽ കിടക്കുന്നുണ്ട്. ആ ഒരു ടൈമിൽ ടേയും അവനും ഉറങ്ങുന്നില്ല. ടേ അവൻ്റെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം സേഹ്യോൻ ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്താണ് ജാസ് മ്യൂസിക് തീരെ ഇഷ്ടമല്ലാത്തതെന്ന്. ടേ അപ്പോൾ നീ ഇത് തന്നെയാണ് സ്ഥിരം ചോദിക്കുന്നത്, നിനക്ക് വേറെ ഒരു പണിയുമില്ലേ, നിനക്കത് ഭയങ്കര ഇഷ്ടമാണല്ലോ, അത് പോരേന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം ജാസ് മ്യൂസിക് നല്ല പൊളിയാണ്, ഞാൻ നല്ല സൂപ്പറായിട്ടൊക്കെ വായിക്കുന്നുണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് അത്ര അടിപൊളിയില്ലാന്ന് ടേ പറയുന്നുണ്ട്. സേഹ്യോൻ അപ്പോൾ പക്ഷേ നീയല്ലേ പറഞ്ഞത് ഞാൻ പെർഫോം ചെയ്തത് കുഴപ്പമില്ലാന്ന്. ആ സമയം ടേ ആണെങ്കിൽ കുഴപ്പമില്ലെന്നല്ലേ പറഞ്ഞോളൂ, കൊള്ളാമെന്ന് പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് നിനക്കെന്താ ജാസ് ഇത്രയ്ക്ക് ഇഷ്ടമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അത് പിന്നെ ജാസ് പ്ലേ ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ഫ്രീ ആയിട്ട് ഫീൽ ചെയ്യും. ക്ലാസിക്കൽ മ്യൂസിക്കാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ അത് പിന്നെ അത് പഠിച്ച് ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത് എക്സാമിന് പാസ്സായി ഗ്രാജുവേറ്റായി അതിനുശേഷം കോളേജിൽ പോയി കഴിഞ്ഞാൽ ഇത് തന്നെ ഗ്രൂപ്പായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഫുള്ള് വായന ആയിരിക്കണമെന്ന് പറയുന്നുണ്ട്. ആ സമയം ടേയും ജാസ് മ്യൂസിക് എടുത്താലും അത് തന്നെയല്ലേ അവസ്ഥയെന്നൊക്കെ പറയാണ്. അതിനുശേഷം പിന്നീട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് രണ്ടുപേരും ഉറങ്ങാനായി കിടക്കുന്നുണ്ട്. ആ സമയം സേഹ്യോനാണെങ്കിൽ ഞാൻ എന്തുകൊണ്ടാണ് വീട്ടിൽ നിൽക്കാതെ ഇങ്ങോട്ടേക്ക് വന്നതിനുള്ള റീസണൊന്നും നീ ചോദിച്ചില്ല, അത് ചോദിക്കാത്തതിന് താങ്ക് യു എന്നിങ്ങനെ പറയുന്നുണ്ട്. ലൈക്ക് അവൻ്റെ പേഴ്സണൽ കാര്യത്തിൽ ടേ ഇടപെടാൻ പോയില്ലല്ലോ. എന്തായാലും പിന്നീട് അടുത്ത ദിവസം രാവിലെ സേഹ്യോൻ ഉറക്കെഴുന്നേൽക്കുമ്പോഴത്തേക്കും ടേ ആണെങ്കിൽ ഇവനെ ഹഗ് ചെയ്തുകൊണ്ട് കിടക്കുമായിരുന്നു. അങ്ങനെ എങ്ങനെയൊക്കെ അവൻ ടേയിനെ മാറ്റിയിട്ട് അവൻ്റെ വാച്ച് എടുത്ത് നോക്കുമ്പോഴാണ് സമയം നല്ല ലേറ്റായിട്ടുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് അവൻ്റെ ഫോൺ എടുത്ത് നോക്കുമ്പോൾ കുറേ മിസ് കോളൊക്കെ ഉണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ ടേയിനെ എഴുന്നേൽപ്പിക്കാനായിട്ട് നോക്കുന്നുണ്ട്. ടേയിനോട് എൻ്റെ യൂണിഫോം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിൻ്റെ അവിടെ ഉണ്ടെന്നിങ്ങനെ പറയാണ്. പോയി നോക്കുമ്പോഴത്തേക്കും വാഷിംഗ് മെഷീനിൽ അത് വാഷ് ചെയ്തിങ്ങനെ വിരിച്ചിട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് തന്നെ അത് നനഞ്ഞിരിപ്പുണ്ടായിരുന്നു. ആ സമയം സേഹ്യോനാണെങ്കിൽ നിനക്കൊന്ന് വിരിച്ചിട്ടുകൂടെയായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അത് പിന്നെ ഇന്നലെ മഴ പെയ്തു വിരിച്ചിട്ടാരും നനയുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. സേഹ്യോൻ അപ്പോൾ എങ്കിൽ പിന്നെ ഞാൻ ഇന്ന് സ്കൂളിൽ എന്തോ ഇട്ടുകൊണ്ട് പോകുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ടേ അപ്പോൾ ഇന്ന് ദിവസം സ്കിപ്പ് ചെയ്തെന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കത്തില്ലെന്ന് പറയുമ്പോൾ സേഹ്യോനാണെങ്കിൽ ഞാൻ നിന്നെ പോലെ നല്ല മര്യാദയ്ക്ക് എഴുന്നേറ്റിട്ട് എനിക്കൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് തരാമെന്ന് പറഞ്ഞിട്ട് ഇവൻ ടേയിനിട്ട് അടിക്കാനായി തുടങ്ങുകയാണ്. അങ്ങനെ ടേ എഴുന്നേൽക്കുന്നുണ്ട്. പിന്നീട് ടേയുടെ യൂണിഫോമാണ് ഇവൻ ഇടാനായിട്ട് കൊടുക്കുന്നത്. ടേയുടെ സൈക്കിളിൽ തന്നെയാണ് രണ്ടുപേരും ഒരുമിച്ച് പോകുന്ന ടൈമിന് സേഹ്യോനാണെങ്കിൽ ക്ലാസ് തുടങ്ങി കഴിക്കും പെട്ടെന്ന് പോകുമെന്ന് പറഞ്ഞിട്ട് ടേയിനെ കൊണ്ട് സ്പീഡിന് സൈക്കിൾ ചവിട്ടിപ്പിക്കുന്നുണ്ട്. ടേ അതിൻ്റെ ഇടയിൽ പിന്നെ വേണമെങ്കിൽ നീ വന്നിട്ട് ചവിട്ടാനൊക്കെ പറയാണ്. അങ്ങനെ പിന്നീട് ക്ലാസ്സിലേക്ക് എത്തുമ്പോഴത്തേക്ക് സേഹ്യോന് ടേയുടെ യൂണിഫോം നല്ല വലുതായിരുന്നു. പിള്ളേരൊക്കെ ഇത് കാണുമ്പോൾ ചിരിക്കുന്നുണ്ട്. അങ്ങനെ സീറ്റിൽ വന്നിരിക്കുമ്പോഴത്തേക്ക് ദോയുണ്ടും എന്തോ ഡൗട്ട് വന്നിട്ട് രണ്ടുപേരും ഇങ്ങനെ മാറി നോക്കുന്നുണ്ട്. പിന്നീട് ജൂഹേനെ കാണിക്കുവാണെങ്കിൽ അവനാണെങ്കിൽ കോറിഡോർ വഴി നടക്കുമ്പോഴെല്ലാം തന്നെ ഒരുപാട് പിള്ളേർ അവനെ നോക്കിയിട്ട് ഇവൻ തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പിന്നീട് ഇൻ്റർവെല്ലാവുന്ന ടൈമിന് ടേയും ദോയും കൂടെ ആയിട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങുന്നുണ്ട്. സേഹ്യോൻ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയില്ല ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക്. അതുകൊണ്ട് തന്നെ അതെന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ ദോയും ടേയിനോട് ചോദിക്കുകയാണ്. അതേ ടൈമിലാണ് ജൂഹ അവിടെ ഒരിടത്തായിട്ട് നിൽക്കുന്നത് ദോയും കാണുന്നത്. ദോയും തന്നെയാണ് നോക്കുന്നതെന്ന് മനസ്സിലാക്കുന്നതും ജൂഹ ഉടനെ തന്നെ അവിടെ നടന്നു പോകുന്നുണ്ട്. ദോയുണപ്പോൾ ഞാനിപ്പോൾ വരാം, നീ പോയി ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് നേരെ ജൂഹയുടെ പുറകെ പോകുന്നുണ്ട്. അതേസമയം ടേ ഇങ്ങനെ ആലോചിക്കുകയാണ് സേഹ്യോൻ ഫുഡ് കഴിക്കാൻ വന്നില്ലല്ലോ എന്നൊരു കാര്യം. അതേസമയം സേഹ്യോനാണെങ്കിൽ അവിടെ ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ മടിച്ചിരിക്കുമായിരുന്നു. കാരണം ടേയുടെ ഡ്രസ്സാണ് താൻ ഇട്ടേക്കുന്നത്, പിള്ളേർ കളിയാക്കും, അതുകൊണ്ട് തന്നെയാണ് അവൻ അവിടെ നിന്ന് അനങ്ങാതിരിക്കുന്നത്. പക്ഷേ അവന് നല്ല വിശക്കുന്നുമുണ്ട്. അങ്ങനെ ഇപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ആലോചിച്ചിട്ട് അവനാണെങ്കിൽ കിടന്ന് ഉറങ്ങാമെന്നും പറഞ്ഞ് സീറ്റിൽ കയറി ഇരിക്കുന്നുണ്ട്. ആ സമയം അങ്ങോട്ടേക്ക് ടേ ആണെങ്കിൽ അവന് വേണ്ടിയിട്ട് ഒരു ബന്നും ജ്യൂസൊക്കെ വാങ്ങിയിട്ടൊന്ന് കൊടുത്തിട്ട് ഇത് കഴിക്കാനായി പറഞ്ഞിട്ട് പോകാനായി തുടങ്ങാണ്. ആ സമയം സേഹ്യോൻ എവിടെ പോകാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ടേ അവിടെ നിന്ന് പോവാണ്. ആ സമയമാണ് സേഹ്യോൻ്റെ അടുത്തേക്ക് ടീച്ചറും അവൻ്റെ ചേട്ടനും കൂടെ വരുന്നത്. അങ്ങനെ ടീച്ചറാണെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന പറഞ്ഞ് പോകുന്നുണ്ട്. ചേട്ടനപ്പോൾ നിനക്ക് അറ്റ്ലീസ്റ്റ് ഒന്ന് മെസ്സേജ് എങ്കിലും അയച്ചൂടെ, നീ എവിടെയായിരുന്നു ഇന്നലെ രാത്രി എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് സ്റ്റേ ചെയ്തതെന്ന് പറയുന്നുണ്ട്. ചേട്ടനപ്പോൾ നീ ടെൻഷനാക്കി കളഞ്ഞല്ലോ, എത്ര തവണ ഞാൻ നിന്നെ വിളിച്ചു, നീയാണെങ്കിൽ ഇന്ന് തന്നെ തിരിച്ച് വീട്ടിലേക്ക് വരണം, അച്ഛനെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്, വന്നിട്ട് നീ അച്ഛനോട് സോറിയും പറയണമെന്ന് പറയുന്നുണ്ട്. സേഹ്യോനപ്പോൾ ഓക്കെ എന്നൊക്കെ പറയാണ്. അങ്ങനെ ചേട്ടൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും പിന്നീട് ദോയോനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ജൂഹേനെ ഫോളോ ചെയ്ത് ജൂഹയുടെ ക്ലാസ്സിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എന്നാൽ അങ്ങോട്ടേക്ക് കയറി
പോകുന്നില്ല. ജൂഹനെ ഡോറിൻ്റെ അവിടെ നോക്കാണ്. ജൂഹ അത് ശ്രദ്ധിച്ചിട്ട് ദോയുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവനെ വിളിച്ചുകൊണ്ട് വേറൊരിടത്തേക്ക് മാറിയിരിക്കുകയാണ്. എന്നിട്ട് നീയാണെങ്കിൽ എന്നെ കിസ് ചെയ്ത കാര്യം എല്ലാവരുടെ അടുത്തും പോയി പറഞ്ഞല്ലേ എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്ക് ഇല്ല സത്യമായിട്ട് ഞാൻ ആരുടെ അടുത്തും പറഞ്ഞിട്ടില്ല എന്ന് ദോയുൻ പറയുന്നുണ്ട്. ആ സമയം വെറുതെ കള്ളം പറയരുത്, ഞാനാണെങ്കിൽ നീയുമായിട്ട് ക്ലോസ് ആയത് തന്നെ ടേയിനെ നിന്നേക്ക് ഒന്ന് കളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ എനിക്ക് ഇതിൻ്റെ അടുത്തൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ അങ്ങനെയെന്ന് ഓർത്ത് തെറ്റിദ്ധരിച്ചല്ല നിന്നെ കിസ് ചെയ്തത്, എനിക്കിതിനെ ശരിക്കും ഇഷ്ടമാണെന്ന് ദോയുൻ പറയുന്നുണ്ട്. ജൂഹ അപ്പോൾ നീ ഭയങ്കര വൃത്തികെട്ടതാണെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് എന്തോ ദോയുണ് ഭയങ്കര ഹേർട്ടാവുന്നുണ്ടായിരുന്നു. ദോയുൻ അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ ഇനി ഒരിക്കലും നിൻ്റെ മുന്നിലേക്ക് വരത്തില്ല, ഞാനാണെങ്കിൽ നിന്നെ മനസ്സിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ഇനി എന്തായാലും ഒരിക്കലും അത് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം സേഹ്യോൻ്റെ ചേട്ടൻ അവനെ തിരിച്ച് വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരുന്നതാണ്. ആ സമയം അച്ഛനവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അച്ഛൻ വന്നിട്ട് സേഹ്യോൻ്റെ അടുത്ത് നീ ഓക്കെ ആണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയം അതേന്ന് പറയുന്നുണ്ട്. അവൻ്റെ അടുത്ത് മുറിയിലേക്കും പോകാൻ പറയുന്നുണ്ട്. അച്ഛൻ ദേഷ്യപ്പെടുകയോ ഒന്നും ചെയ്യുന്നില്ല. സേഹ്യോൺ അങ്ങനെ റൂമിലേക്ക് പോകുന്നുണ്ട്, ഫ്രഷ് ആകുന്നുണ്ട്. ടേയുടെ യൂണിഫോം എല്ലാം തന്നെ അവിടെ മടക്കി നീറ്റാക്കി വെക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ബെഡിൽ ഉറങ്ങാനായിട്ട് കിടക്കുമ്പോൾ ടേയിനെ കുറിച്ച് ആലോചിക്കുകയാണ്. തനിക്ക് ടേയുമായിട്ട് നാളെ വീണ്ടും ക്ലോസ് ആക്കാൻ പറ്റുമോ എന്നൊരു ചിന്ത അവൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം ടേ ആണെങ്കിൽ ക്ലാസ് കട്ട് ചെയ്ത് റൂഫ് ടോപ്പിലേക്ക് പോയിരുന്ന് പാട്ടും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് സേഹ്യോൺ വരുന്നുണ്ട്. സേഹ്യോൺ വന്നിട്ട് ടേ ഏത് പാട്ടാണ് കേൾക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. ആ സമയം ടേ അല്ല നിനക്ക് എങ്ങനെ ഈ സ്ഥലം അറിയാം, നീ എന്താ ഇങ്ങോട്ടേക്ക് വന്നേന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ ദോയുനാണ് ഈ സ്ഥലം പറഞ്ഞത്, നല്ല അടിപൊളിയായിട്ടുണ്ടല്ലോ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് അവൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. എന്നിട്ട് സേഹ്യോൺ ചോദിക്കുന്നുണ്ട് ഞാൻ പെർഫോം ചെയ്യുന്നത് ശരിയാവുന്നില്ലെന്നല്ലേ നീ പറഞ്ഞത്, നീ എന്നെ പഠിപ്പിച്ചു തരാമോ, ഞാൻ ഉദ്ദേശിച്ചത് പഠിപ്പിച്ച് തരാമോ എന്നല്ല, ലൈക്ക് ഞാൻ പെർഫോം ചെയ്യുന്നത് നീ ഒന്ന് കേട്ടിട്ട് എന്താണ് പ്രോബ്ലം എന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുകയാണ്. ആ ടൈമിൽ തന്നെ കറക്റ്റ് റൂഫ് ടോപ്പിൻ്റെ അങ്ങോട്ടേക്ക് 2 ആൾക്കാർ വരുന്നുണ്ടായിരുന്നു. ഇവരെ കാണാതിരിക്കാനായിട്ട് ടേ ആണെങ്കിൽ പെട്ടെന്ന് സേഹ്യോനെ അവിടെ തറയിലേക്ക് താഴ്ത്തി കിടത്തുന്നുണ്ട്. എന്നിട്ട് മിണ്ടാതിരിക്കാനേ പറയുന്നുണ്ട്. ആൾക്കാർ പോകുമ്പോഴത്തേക്കും ഇവർ എഴുന്നേറ്റിരിക്കുന്നുണ്ട്. സേഹ്യോനാണെങ്കിൽ നമ്മൾ എന്തിനാണ് ഒളിച്ചത് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ ഇങ്ങോട്ടേക്ക് സ്റ്റുഡൻസ് വരാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ആണെന്ന് പറയാണ്. സേഹ്യോൻ അപ്പോൾ അയ്യോ അതെനിക്കറിയാൻ പാടില്ലായിരുന്നു, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇങ്ങോട്ടേക്ക് വരത്തില്ലായിരുന്നു, വാ നമുക്ക് പെട്ടെന്ന് ക്ലാസ്സിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് അവൻ പോകാനായി നിൽക്കുന്നുണ്ട്. ആ സമയം ടേ ആണെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് പിയാനോ റൂമിലേക്ക് വരാൻ പറയുന്നുണ്ട്. ആ സമയം സേഹ്യോൻ എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ടേ പറയുന്നുണ്ട് നീയല്ലേ ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞത് നീ പെർഫോം ചെയ്യുന്നത് കേട്ടിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറഞ്ഞു തരാനായിട്ട്. എന്തായാലും അടുത്ത് ദോയുണ്ണ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോൾ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ കളിക്കാനായിട്ട് വന്നിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇരിക്കുന്ന ടൈമിലാണ് ജൂഹയും അങ്ങോട്ടേക്ക് വരുന്നത്. താനിനി ഒരിക്കലും ജൂഹയുടെ അടുത്തേക്ക് പോകത്തില്ല എന്ന് ദോയുണിങ്ങനെ ഉറപ്പിച്ചതുകൊണ്ട് തന്നെ ജൂഹനെ കാണുമ്പോഴേ അവനാണെങ്കിൽ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ട്. ജൂഹയുടെ മുഖത്തോട്ട് പോലും നോക്കുന്നില്ല, അത് ജൂഹ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അടുത്ത് പിന്നീട് സേഹ്യോണിനെയും ടേയിനെയും കാണിക്കുമ്പോൾ ക്ലാസ് കഴിയുമ്പോൾ രണ്ടുപേരും നേരെ പിയാനോ റൂമിലേക്ക് വരികയാണ്. സേഹ്യോനാണെങ്കിൽ തനിക്ക് ഏത് പാട്ടാണ് പ്ലേ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഏതെങ്കിലും പ്ലേ ചെയ്യാനായിട്ട് ടേ പറയുന്നുണ്ട്. അങ്ങനെ സേഹ്യോൻ പ്ലേ ചെയ്യാനായി സ്റ്റാർട്ട് ചെയ്യുന്നതും ടേ ആണെങ്കിൽ നിർത്താൻ പറയാണ്. എന്നിട്ട് സേഹ്യോണിൻ്റെ കണ്ണടച്ചു പിടിക്കാനായി പറയുന്നുണ്ട്. എന്നിട്ട് പ്ലേ ചെയ്യാനായി പറയാണ്. സേഹ്യോൺ ഇപ്പോൾ എന്തിനെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പോലെ ചെയ്യാനായി പറയുന്നുണ്ട്. അങ്ങനെ സേഹ്യോൺ കണ്ണടച്ച് പ്ലേ ചെയ്യാനായി തുടങ്ങാണ്. അതിങ്ങനെ ടേ ശ്രദ്ധിച്ച് കാണുന്നുണ്ട്. പ്ലേ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടേ ആണെങ്കിൽ ഇനി നന്നായിട്ട് ചെയ്തു, നമുക്കിത് നാളെ വീണ്ടും ഇതേപോലെ ചെയ്യാമെന്നിങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. വീണ്ടും ദോയുണ്ണ കാണിക്കുകയാണെങ്കിൽ ഇപ്പോൾ ദോയുണ്ണാണെങ്കിൽ ടേയുടെ അനിയത്തി ജൂഹിയുടെ കൂടെയാണ് ഇങ്ങനെ സംസാരിച്ച് സ്കൂളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ജൂഹിനെ വെയിറ്റ് ചെയ്ത് ജൂഹ സൈഡിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ദോയുണ്ണാണെങ്കിൽ ജൂഹിയുടെ അടുത്ത് എങ്കിൽ പിന്നെ ശരിയാൻ പോവാണെന്ന് പറഞ്ഞിട്ട് വീണ്ടും ജൂഹേനെ മൈൻഡ് ചെയ്യാതെ അങ്ങ് നടന്നു പോകുന്നുണ്ട്. ആ സമയം ജൂഹിയാണെങ്കിൽ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നേ, ഞാൻ തനിച്ച് വീട്ടിൽ വന്നോളാന്ന് നിൻ്റെ അടുത്ത് പറഞ്ഞതല്ലേ എന്ന് പറയാണ്. ആ സമയം ജൂഹ നീ അവൻ്റെ അടുത്ത് എന്താ സംസാരിച്ചുകൊണ്ട് വന്നേന്ന് ചോദിക്കുമ്പോൾ ഓ ഞങ്ങളൊന്നും സംസാരിച്ചില്ല, ഞങ്ങൾ ജസ്റ്റ് ഹായ് പറഞ്ഞതാണ്, പിന്നെ നീ അവൻ്റെ അടുത്ത് സോറി പറഞ്ഞോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോൾ ജൂഹ എന്തിന് എന്നിങ്ങനെ പറയുന്ന ടൈമിന് അത് പിന്നെ നീ അവനെ അടിച്ചില്ലേ അതിന് നീ സോറി പറയുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ആ സമയം ജൂഹയാണെങ്കിൽ ഒരു സെക്കൻഡ് ടെൻഷനായി പോയായിരുന്നു, കാരണം ആ കിസ്സിൻ്റെ കാര്യം വല്ലതും അവൾ അറിഞ്ഞോ എന്ന്. എന്നാൽ അങ്ങനെയൊന്നും ഇല്ലയെന്ന് അറിയുമ്പോഴത്തേക്കും അവന് സമാധാനമാവുന്നുണ്ട്. പിന്നെ താൻ എന്തിന് തിരിച്ച് സോറി പറയണം എന്നും അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവളപ്പോൾ നീ വീട്ടിൽ പോകാൻ നോക്കും, ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ പുറത്തോട്ട് പോയിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് അവളും അവിടെ നടന്നു പോവാണ്. അതേസമയം ടേയും സേഹ്യോണും സ്കൂളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അവർ രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ച് ഓരോന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അങ്ങനെ ടേ പിന്നീട് നേരെ പോകുന്നത് അവൻ്റെ അങ്കിളുടെ കടയിലേക്കാണ്. അവനങ്ങനെ എപ്പോഴും പോകാറില്ല, അതുകൊണ്ട് തന്നെ അങ്കിളാണെങ്കിൽ ഓ ഇപ്പം എന്ത് പറ്റി, നിന്നെ കാണാനായിട്ട് നല്ല ഉഷാറായിട്ടുണ്ടല്ലോ, ഇപ്പോൾ രാത്രി ഉറങ്ങാനൊക്കെ പറ്റുന്നുണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അവനപ്പോൾ എനിക്ക് കുടിക്കാനായിട്ട് എന്തിനും വേണമെന്ന് പറയുന്നുണ്ട്. അതൊരു ബാർ ആയതുകൊണ്ട് തന്നെ ആൽക്കഹോളും സംഭവങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഇവനാണെങ്കിൽ 18 വയസ്സ് ആവാത്തതുകൊണ്ട് തന്നെ അങ്കിളാണെങ്കിൽ അതുമല്ല ഞാൻ നിനക്ക് വന്നു കഴിഞ്ഞാൽ എൻ്റെ കട പൂട്ടിക്കേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് അവന് വേറൊരു ജ്യൂസ് കുടിക്കാനായിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. ആ സമയം അവൻ ചോദിക്കുന്നുണ്ട് അങ്കിളെ എൻ്റെ ചേട്ടനാണെങ്കിൽ വീക്കായിരുന്നു എന്നിങ്ങനെ. അങ്കിളപ്പോൾ നിൻ്റെ ചേട്ടൻ വീക്കൊന്നും ആയിരുന്നില്ല, അവൻ ഓക്കെ ആയിരുന്നു എന്ന് പറയാണ്. അപ്പോൾ എനിക്കെന്തോ ഒരു സംശയം, ചേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് ചേട്ടൻ വീക്കായി പോയത് കൊണ്ടാണോ എന്ന്, ഇല്ലെങ്കിൽ ചേട്ടൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ടൊരു സാധ്യത ഉണ്ടാവത്തില്ലല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. മേ ബി അവൻ്റെ ചേട്ടൻ സൂയിസൈഡ് ചെയ്തതായിരിക്കാം, എന്താണെന്ന് കറക്റ്റ് മനസ്സിലാവുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ജൂഹേനെയാണ്. അവനിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ നടന്നു പോകുന്ന ടൈമിന് അവൻ പറയുന്നുണ്ട് ഞാൻ വിചാരിച്ച പോലെ തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്, എൻ്റെ ആഗ്രഹം പോലെ തന്നെ ദോയോട് ഇപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാനോ എന്നെ മൈൻഡ് ചെയ്യാനോ ഒന്നും വരുന്നില്ല, പക്ഷേ എനിക്കെന്തോ അവനങ്ങനെ മൈൻഡ് ചെയ്യാതിരിക്കുമ്പോൾ എന്തോ പോലെ തോന്നുന്നു, അത് എന്തുകൊണ്ടായിരിക്കും എന്നിങ്ങനെ.
ആ സമയം തന്നെ അവിടെ സൈഡിലൊരു ബസ് സ്റ്റോപ്പിലായിട്ട് 2-3 പയ്യന്മാർ ഇരിപ്പുണ്ടായിരുന്നു. ഈ പയ്യന്മാരായിട്ട് ജൂഹയ്ക്ക് മുമ്പ് എന്തൊരു പ്രശ്നം ഉണ്ടായതാണ്. അതുകൊണ്ട് തന്നെ ജൂഹേനെ കാണുന്നതും ആ ജൂഹ ഇത് നീയല്ലേ എന്ന് പറയുന്നുണ്ട്. ജൂഹ ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ജൂഹേനെയും പിടിച്ച് മാറ്റി നിർത്തിയിട്ട് എവിടെയോ കൊണ്ടിട്ട് അവനെ നന്നായിട്ട് അടിക്കുന്നുണ്ട്. ഇനി ഞങ്ങളുടെ കാര്യത്തിൽ മേരെ ഇടപെടരുതെന്നും പറഞ്ഞിട്ട് അവന്മാർ അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം ജൂഹയാണെങ്കിൽ ദോയുവിനെ പറ്റി ആലോചിക്കുകയാണ്. ദോയുവിനെ ഫസ്റ്റ് ടൈം മീറ്റ് ചെയ്തത് തനിക്ക് ഓർമ്മയുണ്ടെന്നും ദോയുവിനാണെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു തൻ്റെ അടുത്ത് പെരുമാറിക്കൊണ്ടിരുന്നതും. അതുമാത്രമല്ല അവൻ ഭയങ്കര വിയേർഡും ആയിരുന്നു എന്നും എന്നൊക്കെ ഇങ്ങനെ സ്വയം പറഞ്ഞിട്ട് ദോയുവിനെ പറ്റി ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നീട് അടുത്ത ദിവസം സേഹിയോനാണെങ്കിൽ ടേ റൂഫ് ടോപ്പിൽ ഉണ്ടാകും എന്ന് കരുതിയിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വരുമ്പോൾ അവിടെ ജൂഹയായിരുന്നു നിൽക്കുന്നുണ്ടാകുന്നത്. ജൂഹനെ കാണുന്നതും സേഹിയോൻ അവിടെ നിന്ന് പോകാനേ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജൂഹ വന്നിട്ട് സേഹിയോനെ പിടിച്ചു വെച്ചിട്ട് നീ ഒരാൾ കാരണമാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. നീ വന്നു കയറിയപ്പോൾ തൊട്ട് ടേയുടെ കാര്യത്തിലായാലും ദോയുവിൻ്റെ കാര്യത്തിലായാലും എൻ്റെ കാര്യത്തിലായാലും എല്ലാം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാം പഴയതുപോലെ മര്യാദയ്ക്കാക്കി തന്നോളാം. നീ ഒറ്റൊരുത്തൻ കാരണമാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് ടേ വന്നിട്ട് ജൂഹനെ പിടിച്ച് മാറ്റിയ ശേഷം ഒരിക്കൽ കൂടെ ഇവനെ തൊട്ട് കഴിഞ്ഞാൽ പിന്നെ നീ എൻ്റെ സീനിയറാണെന്നുള്ള കാര്യം ഞാനങ്ങ് മറക്കൂന്ന് പറഞ്ഞിട്ട് ടേ ആണെങ്കിൽ സേഹിയോണിനെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ ഇറങ്ങി പോകുന്ന ടൈമിൽ സേഹിയോണിൻ്റെ കൈ ചെറുതായിട്ട് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ ശ്രദ്ധിച്ചിട്ട് നീ ക്ലാസ്സിലേക്ക് പോക്കോ, ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാമെന്ന് പറഞ്ഞ് ടേ അവിടെ നിന്ന് പോവുകയാണ്. അങ്ങനെ സേഹിയോൺ ക്ലാസ് റൂമിൽ പോയി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ ടേ ആണെങ്കിൽ മരുന്ന് എടുത്തുകൊണ്ട് വരുന്നുണ്ട്. അതവനിങ്ങനെ സേഹിയോൻ്റെ കയ്യിൽ ഇങ്ങനെ വെച്ചു കൊടുക്കുന്ന ടൈമിൽ സേഹിയോനാണെങ്കിൽ ടേനെ ഫസ്റ്റ് മീറ്റ് ചെയ്തപ്പോൾ തൊട്ടുള്ള ഇതുവരെയുള്ള എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. അവന് ടേൻ്റെ അടുത്ത് എന്തോ ഒരു പ്രത്യേക ഫീലിങ്സ് തോന്നി തുടങ്ങുന്നുണ്ട്. ടേനെ പറ്റി കൂടുതൽ അറിയണമെന്നും അവൻ ആഗ്രഹം തോന്നി തുടങ്ങുന്നുണ്ട്. അങ്ങനെ അതെല്ലാം ആലോചിച്ച് അവൻ ടേൻ്റെ അടുത്തേക്ക് ക്ലോസ് ആയി പോവുകയും അവനെ കിസ് ചെയ്യുകയും ചെയ്യാണ്. അതും കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ എൻഡ് ആവുന്നുണ്ട്. സോ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.